അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോർമൽ പാൻറ്റ് തയ്ക്കുന്നതാണ്. ചുരിദാറിൻ്റെ കൂടെ മെറ്റീരിയൽ എടുക്കുമ്പോൾ കിട്ടുന്ന പാൻറ്റാണ്, ഷാളും പാൻറ്റും ടോപ്പും. അപ്പോൾ ആ പാൻറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം തുടക്കക്കാർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു പാൻറ്റാണിത്. വലിയ പാടൊന്നുമില്ല. അത് ആ തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം തുണി നോക്കണം, അകവശവും ചീത്തവശവും നല്ല വശവും നോക്കണം. നോക്കിയതിന് ശേഷം തുണി രണ്ടായിട്ടൊന്ന് മടക്കണം. ആ വീതി ഭാഗം മടക്കിയതിന് ശേഷം വക്ക് ഭാഗം തമ്മിൽ ഒന്ന് ഇതേമാതിരി ഒന്ന് മടക്കണം. നോക്കി ഒരേ ലെവലിൽ വന്നിട്ട് ഇനി തുണിയെ രണ്ടായിട്ട് മടക്കണം. മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഇതിച്ചിരി വീതിയുള്ള തുണി ആയതുകൊണ്ട്, വീതിയല്ല നീളം 2.5 മീറ്റർ ഉണ്ട്. ഇതാണ്ട ഇങ്ങനെ ഇറക്കം എടുക്കുക. ഇറക്കം ഇതാണ്ട നമുക്ക് ഇറക്കം വേണ്ടുന്നത് മൊത്തത്തിൽ വേണ്ടുന്നത് 33 ഇഞ്ചാണ്. മേൽഭാഗവും നമുക്ക് ഇനി ബാൻഡ് വരും. അപ്പം 33 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ 31 ഇഞ്ച് കിട്ടും. മൊത്തത്തിൽ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 39 ഇഞ്ചാണ്. അതാണ് 33 ഇഞ്ച് എടുക്കുന്നത്. 31ഉം 2ഉം 33, 2 ഇഞ്ച് അധികം ലൂസ് ഇട്ടേക്കുക മടക്കി തയ്ക്കാനൊക്കെ. എടുത്തതിന് ശേഷം കാലിൻ്റെ വണ്ണം 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ച് എടുത്തതിന് ശേഷം അതവർക്ക് അവരവരുടെ കാലിൻ്റെ ഇഷ്ടം. പിന്നെ 1.5 ഇഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇടാം. ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നു. കണ്ടതാണ്ട ഞാൻ വണ്ണം ഇറക്കം എടുത്ത് കാലിൻ്റെ വണ്ണം എടുത്ത് ഇനി ആ ബക്ക് ഭാഗം ഇവിടെ ഓപ്പോസിറ്റ് ഭാഗമാണിത്. ബക്ക് ഭാഗം ആ ക്രോച്ച് ലെങ്ത് എടുക്കുകയാണ്. എടുത്തിട്ട് കാലിൻ്റെ വണ്ണം എടുത്ത് ആ ടേപ്പ് വെച്ചോ സ്കെയിൽ വെച്ചോ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇതേമാതിരി ചരിച്ചു കൊണ്ടുവന്ന് വരച്ചു കൊടുക്കാം. താഴോട്ട് കാലിൻ്റെ ഭാഗം വരെ നമുക്ക് പിന്നെ സ്കെയിൽ ആ ചോക്ക് വെച്ചൊന്ന് വരച്ചതാണ്ട ഇതാ വണ്ണം. ആ വരച്ചേക്കുന്ന വരയാണിത്. ഇത് മേൽഭാഗം ഞുറു വെക്കാനുള്ള ഭാഗം. ഉണ്ടാക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് തയ്യൽ തുമ്പ് അധികം ഇട്ടേക്കുന്ന ഭാഗത്തൂടെ നമുക്ക് തയ്ച്ചു പോകും, വെട്ടിപ്പോവാം. ഇതാണ്ട് ഇവിടെ 1.5 ഇഞ്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് നോച്ചിട്ടേക്കുന്നത്? മടക്കി തയ്ക്കാനുള്ള ഒരു അടയാളമാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആ മുകൾ ഭാഗം വരെ ക്രോച്ച് ലെങ്താണ് അവിടം വരെ കട്ട് ചെയ്തതിന് ശേഷം മടക്കി ഇട്ടേക്കുന്ന ഭാഗം ഇനി അടുത്തത് കട്ട് ചെയ്യാം. മടക്കി ഇട്ടേക്കുന്ന ഭാഗമാണിത്. ഇനി നമുക്കൊരു അടയാളം കൊടുക്കാം. ഇവിടെ ഒരു സെൻറ്റർ പിടിച്ചൊരു നോച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒന്നും കൂടെ മടക്കിയിട്ട് ഒരു നോച്ചും കൂടെ കൊടുക്കാം. ആ നോച്ചിന് എന്തിനാണെന്നറിയാവോ? അത് നമുക്ക് ഒരു ഞുറുവിൽ നിന്നും ഒരു ഞുറുവിലോട്ട് പിന്നെ നോച്ചിൽ നിന്ന് ഒരു നോച്ചിലോട്ട് ഞുറു വെച്ച് കൊടുക്കാം, പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മേളത്തെ ബാൻഡ് അല്ലെങ്കിൽ വള്ളി വെക്കുന്ന ഭാഗത്തെ വണ്ണമാണ് എടുക്കുന്നത്. നമുക്ക് എങ്ങനെ എടുത്താലും നീളത്തിൽ കിട്ടത്തില്ല ചിലർക്ക്, വണ്ണം ഉള്ളവർക്ക്. ഇത് വണ്ണം ഉള്ള പാൻറ്റാണ്. 26 ഇഞ്ചാണ് മടക്കിയിട്ടിട്ട് വേണ്ടത്. ഫുള്ള് ആണെങ്കിൽ 52. അതിൻ്റെ തയ്യൽ തുമ്പും കൂടെ ഇടാം. ഇറക്കം ബാൻഡിൻ്റെ ഇറക്കം എടുത്തേക്കുന്നത് 10 ഇഞ്ചാണ്. 8 ഇഞ്ച് മതി നമുക്ക്. 10 ഇഞ്ച് തയ്യൽ തുമ്പും മടക്കിയിട്ട് വള്ളിക്കുള്ള മടക്ക് ഭാഗവും കൂടെ വരുമ്പം 10 ഇഞ്ച് എടുക്കണം. അപ്പോൾ 10 ഇഞ്ചും എടുത്ത് പിന്നെ ഇതിൻ്റെ വണ്ണവും എടുത്ത് ഇറക്കമാണ് ഈ 10 ഇഞ്ച് വേസ്റ്റ് ലെങ്ത്. അവിടെ അങ്ങ് അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഇനി കട്ട് പീസ് മുറിച്ച് മാറ്റി അതും കാണിച്ചു തരാം. അത് കട്ട് ചെയ്ത് ഇനി ബാക്കിയുള്ള ഭാഗവും കൂടെ നമുക്ക് വേണ്ട ഇതിങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം മറ്റേ പീസും കൂടെ എടുത്ത് വെച്ച് മൊത്തത്തിൽ 28 ഇഞ്ച് എടുക്കും. കാരണം 26 ഇഞ്ച് മതി. വേണ്ട 27 ഇഞ്ച് 27.5 ഇഞ്ച് 1.5 ഇഞ്ച് അധികം എടുക്കുക. 26 ഇഞ്ചാണ് വേണ്ടത്. മടക്കി ഇട്ടതിന് ശേഷം മടക്കിയാണ് ഇട്ടേക്കുന്നത്. കറക്റ്റ് എടുത്തതിന് ശേഷം 26 വേണം. 27 ഇഞ്ച് 7.5 28 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. കാരണം നമുക്ക് തയ്യൽ തുമ്പ് ഇട്ട് നല്ലവണ്ണം തയ്ക്കാം. 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് നമ്മുടെ വള്ളി ഭാഗത്തേക്ക് ഇടുന്നത്. അതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ 1/2 ഇഞ്ച് വീതം മതി. വേണ്ട മടക്കി അത് കട്ട് ചെയ്ത് കണ്ട 2 മടക്കാണിത്. 2 മടക്കായി. ഇനി നമുക്ക് വള്ളി വെട്ടാം. വേണ്ട 1.5 ഇഞ്ച് വീതിക്ക് എടുത്തതിന് ശേഷം കുറേ നീളത്തിൽ വള്ളി എടുക്കണം. നമ്മൾ ഈ 28ൻ്റെ കൂടെ ഒരു 10 ഇഞ്ച് വീതം കൂട്ടിയെടുക്കണം. അപ്പം മടക്കിയിട്ടതിന് ശേഷം അതും തയ്ച്ച് ഇനി മെഷീനിലോട്ട് കയറി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. വേണ്ടേ ആദ്യം തയ്ക്കുന്നത് ഞുറുവാണ് ഞാൻ തയ്ക്കുന്നത്. ആ നോച്ചിട്ടില്ലേ നമ്മൾ, ആ നോച്ചിൽ നിന്നും ഒരു നോച്ചിലോട്ട് ഓരോ ഇഞ്ച് വീതിക്കാണ് ഞുറു വെക്കേണ്ടത്. തയ്ച്ചത് ആ നോച്ചിൽ നിന്ന് ആദ്യം തുടങ്ങാം. ഒരു ഇഞ്ച് വീതിക്ക് ഒരു പ്ലീറ്റ് 3 ഇഞ്ച് നടുഭാഗത്തെ ഒരു കാലാണ് ഇതെടുത്ത് വെച്ചേക്കുന്നത്. നടുഭാഗത്തെ നോച്ച് വരുമ്പോൾ 3 ഞുറു വേണം.
3 ഞുറു. അങ്ങനെ ഒരു പാൻറ്റ് ഒരു കാലിൻ്റെ ഭാഗത്ത് 6 ഞുറുവാണ്. മടക്കി ഇടുമ്പോൾ നമുക്ക് 3 ഞുറു 3 ഞുറു അത് കറക്റ്റ് നമ്മുടെ ആ സൈഡുണ്ടല്ലോ ഭാഗം, പാൻറ്റിൻ്റെ സൈഡ് ഭാഗം കിട്ടും. 3 ഞുറു 3 ഞുറു വീതം. അപ്പോൾ സൈഡ് മൊത്തത്തിൽ ഞുറു ഇടുന്നവർക്ക് മൊത്തത്തിൽ പ്ലീറ്റ് ഇടുകയും ചെയ്യാം. കണ്ട ഞാൻ അങ്ങനെ ഓരോരോ ഞുറു ഇടുവാണ്. ഇട്ട് കൊടുത്ത് കണ്ട ഇതേമാതിരി ഓരോ ഇഞ്ച് വീതിക്കാണ് ഞുറു ഇട്ടേക്കുന്നത്. കണ്ട ഇതേമാതിരി മറ്റേ കാലും ഇതേമാതിരി ഞുറു വെക്കാം. കണ്ട അതും എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട നല്ല വശം വെച്ച് വേണം ഞുറു എടുക്കാൻ. കണ്ട ഞുറു അതിനെ പ്ലേറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. 2 ഭാഗവും എടുത്തതിന് ശേഷം എന്താണ്ട് ഇത് കണ്ട 2 ഭാഗവും ചീത്ത വശം വെച്ച് ആ ക്രോച്ച് ലെങ്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ സീറ്റിൻ്റെ ലെങ്ത്, വേസ്റ്റിൻ്റെ ഭാഗം മുതൽ താഴെ വരെ, താഴെ അല്ല, നമ്മൾ ഒരു 9 ഇഞ്ചാണ് സീറ്റിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത്. സീറ്റിൻ്റെ ലെങ്ത് 9 ഇഞ്ച്. അതെ, അത് അപ്പുറത്തെ സൈഡും ഇതേമാതിരി നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. രണ്ടും ഒരേമാതിരി മൊത്തത്തിൽ കൂട്ടി യോജിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേസ്റ്റിൻ്റെ ബാൻഡ്, ഇതിപ്പോൾ കാലാണ്, കാല് നമ്മൾ നോച്ചിട്ടില്ലേ, ആ ഭാഗം വെച്ചും കാലിൻ്റെ ഭാഗം മടക്കി തയ്ക്കാം. മടക്കി തയ്ച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ഒരു 4 ഇഞ്ച് വീതിക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും നല്ലതാണ്. മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് 2 ഭാഗം അങ്ങനെ തയ്ക്കാം. വേണ്ട, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാലിൻ്റെ വണ്ണം 7 ഇഞ്ചോ 6 ഇഞ്ചോ അതൊക്കെ അവരവരുടെ ഇഷ്ടം മാതിരി കാലിൻ്റെ വണ്ണം കുറയ്ക്കാം. അടിഭാഗത്തെ കാലിൻ്റെ വണ്ണം ആദ്യം കെട്ടിട്ട് തയ്ക്കണം, ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. 1.5 ഇഞ്ച് വീതിയാണ് ഞാൻ ഇട്ടേക്ക്, 1 ഇഞ്ച് വീതിയുടെ ആവശ്യമേ. കണ്ട ഇപ്പോഴത്തെ കാല് വരെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. മൊത്തത്തിൽ തയ്ച്ച് തീർത്ത്. കണ്ട ഇനി നമുക്ക് മേൽഭാഗം ബാൻഡ് വെക്കാനുള്ള തുണിയെടുത്ത് ഞുറുവൊക്കെ ഭാഗം അതാണ്ട് ഇത് കണ്ട ഞുറുവിൻ്റെ ഭാഗം റെഡിയായി. ഇനി ബാൻഡ് വെക്കാനുള്ള പീസ് നമുക്ക് യോജിപ്പിക്കാം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. അത് തയ്ച്ച് തീർന്ന് വേണ്ടേ. ഇനി നമുക്ക് വള്ളി വെക്കാനുള്ള ഭാഗത്ത് ഒരു ഓപ്പൺ ഇട്ട് കൊടുക്കുമല്ലോ, അതിനൊരു 3 ഇഞ്ച് ഇറക്കം ഇട്ട് കൊടുത്ത്, ഇറക്കം ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് ഇറക്കം, അതിനുശേഷം 1 ഇഞ്ച് വീതി, തയ്യൽ തുമ്പ് 1 ഇഞ്ച് വീതി വെച്ച് തയ്ക്കുക. അതിന് ശേഷം മേളി മടക്കി തയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ 1 ഇഞ്ച് വീതിയിൽ താഴെ വരെ തയ്ക്കാം. വേണ്ടേ, അത് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് അതിനെ ഒന്ന് മലത്തി വെച്ചതിന് ശേഷം ഒന്ന് വക്ക് ഭാഗമായതുകൊണ്ട് നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. 2 ഭാഗവും കൂട്ടി യോജിപ്പിച്ചാൽ മതി. വേണ്ട, തയ്ച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലോട്ടും അങ്ങ് വന്നാൽ മതി. അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വെച്ചൊന്ന് കൂട്ടി തയ്ക്കാം. അത് തയ്ച്ച് തീർന്നു. ഇനി വള്ളി വെക്കുവാണ്. വള്ളിക്ക് നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. വള്ളിക്കും അങ്ങനെ മടക്കി തയ്ക്കാം. അതും കെട്ടിട്ട് വേണം ആദ്യം മടക്കി തയ്ക്കാൻ. അതും തയ്ച്ച് തീർന്ന് കണ്ട കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേമാതിരി തയ്ച്ചാൽ തയ്യൽ തുമ്പ് വെളി വരത്തില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഈ തയ്യൽ. ഇനി നമുക്ക് പാൻറ്റുമായിട്ട് കൂട്ടി വെക്കാം. പാൻറ്റ് നേരത്തെ തയ്ച്ച് വെച്ചല്ലേ, ആ പാൻറ്റിനകത്തോട്ട് ഇത് വെച്ച് നോച്ചിട്ട് കൊടുത്താൽ നമുക്ക് എളുപ്പമാവും. നോച്ചിൻ്റെ ഭാഗം 2 സൈഡും കൂടെ ആ സൈഡ് ഭാഗമാണെന്നറിയാം, നടുഭാഗമാണെന്നറിയാം, ബാക്ക് ഭാഗം. ഫ്രണ്ട് ഭാഗം നമ്മുടെ ഓപ്പൺ ഇട്ട ഭാഗം വള്ളി വെക്കാനുള്ള. അപ്പോൾ ആ ഭാഗം എടുത്ത് വെച്ച് അകഭാഗം 2ഉം പിന്നെ തയ്യൽ ഇല്ലാത്ത ഭാഗവും മേളിലത്തെ ചീത്ത വശവും, തയ്യൽ തുമ്പ് ഇല്ലാത്തത് 2 ഭാഗവും അകത്ത് വരണം. തയ്യൽ തുമ്പുള്ളത് മുകളിലും ഏറ്റവും അടിയിലും വരണം. എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് കറക്കി അടിച്ചു കൊടുക്കുക, തയ്ച്ചു കൊടുക്കുക. ഇതേമാതിരി അങ്ങ് തയ്ക്കാം. കണ്ട മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ ഒന്ന് പതിച്ച് തയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഡബിൾ സ്റ്റിച്ച് ചെയ്തതിന്. അപ്പോൾ തയ്യൽ തുമ്പ് ആ മേളിലോട്ട് ഇരുന്നിട്ടൊന്ന് ആ വേസ്റ്റ് ബാൻഡിലോട്ടൊന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കുക. മൊത്തത്തിൽ അങ്ങ് കറക്കി അടിക്കുക. അത് തയ്ച്ച് തീർന്ന് നമുക്കൊന്ന് പതിച്ചും തയ്ച്ചു കൊടുത്ത് ഞാൻ പതിച്ചും തയ്ച്ചു കൊടുത്ത് കണ്ട. ഇനി നമുക്ക് വള്ളി തയ്ക്കാം.
പതിച്ച് തയ്ച്ച് കൊടുക്കുക, നല്ല വൃത്തിയായിട്ടിരിക്കും. വള്ളി തയ്ക്കാൻ നമ്മൾ ചെറിയ ചെറിയ പീസുകളാണ്, അതിനെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കുക, ഒന്നും കൂടെ മടക്കുക, വള്ളി റെഡിയാവും. പതിച്ച് ഇനി പിന്നു വെച്ചതിലോട്ട് കയറ്റാം. ഇപ്പോൾ പാൻറ്റെല്ലാം തയ്ച്ച് തീർന്ന് വള്ളി അത് ഊരി പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് അവിടെ നടുഭാഗത്ത് ബാക്കിൽ നടുഭാഗത്തൊന്ന് ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ തയ്ച്ച് ഇതാണ്ട അത് കെട്ടിട്ട് തയ്ച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.